ഹലോ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കട്ടിങ് നമ്മൾ പാർട്ട് 1 ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ടാവും. നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇനി നമുക്ക് കാണാം. ആദ്യം തന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ പോർഷനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു അങ്ങനെ നമ്മൾ 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫോൾഡും കൂടി ചെയ്തിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഫ്രിൽസ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മെഷീൻ തന്നെയാണ് ഫ്രില്ലിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഭയങ്കര തിക്കായിട്ടുള്ള ഫ്രിൽസ് ചിലപ്പോൾ നമുക്ക് മെഷീനിൽ ചെയ്യുമ്പോൾ കിട്ടണമെന്നില്ല. പിന്നെ നമ്മൾ അതിലേക്ക് ക്യാൻ ലേസിലേക്ക് യോജിച്ച് കൊടുക്കുമ്പോൾ കൈ വെച്ചിട്ട് അത് ഫ്രില്ല് ഭയങ്കര തിക്കായിട്ട് കൊടുക്കും. ആദ്യം ഒരു ലെയർ ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഡബിൾ ലെയർ ആയിട്ടാണ് നമ്മൾ ഇത് ഫ്രിൽസ് അതിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കുറച്ച് ഒന്ന് കാണിച്ചു തരുമ്പം ഓരോന്നായിട്ട് മനസ്സിലാവും. ആരെങ്കിലും നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തുള്ള ഓൾ എന്നുള്ള ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് ഭാവിയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ കുറേ ഫ്രിൽസ് ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കിതുപോലെ തിക്കായിട്ടുള്ള ഫ്രിൽസ് കിട്ടാറുണ്ട്. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാതും നമ്മൾ ഫ്രിൽസ് ഇട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാൻ ലേസും നെറ്റും കൂടി യോജിപ്പിച്ച അതിലേക്ക് നമ്മൾ ആദ്യത്തെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം നമ്മളിങ്ങനെ കൈ കൊണ്ട് തള്ളി ഫ്രിൽസ് ഭയങ്കരമായിട്ട് തിക്കായിട്ട് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെയാവും കാണാൻ ഭംഗി. ഈ ഒരു വീഡിയോയിൽ കാണുന്ന മെത്തേഡിൽ നിങ്ങൾ ഫുള്ളായിട്ട് അതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഫസ്റ്റത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലെയർ അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് നമ്മൾ സെൻറ്ററിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഒരു മെത്തേഡിൽ തന്നെ ഫുള്ളായിട്ട് ഈ ലെയറും കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഫ്രിൽസ് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചതിന് ശേഷം സാറ്റിൻ എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം ഉരുട്ടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനുള്ള സംവിധാനം അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് അടിച്ചാലും മതി. ഇനി നമ്മൾ കോട്ടൺ ലൈനിങ്ങിൻ്റെ അടിഭാഗം ഫോൾഡ് ചെയ്തിട്ടാണ് അടിക്കുന്നത്. ഇത് ഉരുട്ടിയെടുക്കണം എന്നില്ല. ഇനി നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ കോട്ടൺ ലൈനിങ്ങിലുമാണ് നമ്മൾ ഷിഫ്നെറ്റ് യോജിപ്പിച്ച് കൊടുക്കുന്നത്. അങ്ങനെ കോട്ടൺ ലൈനിങ് കംപ്ലീറ്റ് ആയിട്ട് ഫോൾഡ് ചെയ്ത് അടിച്ചതിന് ശേഷം നമ്മൾ പ്ലെയിൻ നെറ്റ് ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ പണിയൊക്കെ കിട്ടാറുണ്ട്. ചിലപ്പോൾ നൂല് പൊട്ടും. അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ കിട്ടാറുണ്ട്. പ്ലെയിൻ നെറ്റ് ഫ്രിൽസ് ഇട്ട് കൊടുത്ത പോലെ തന്നെ ഗ്ലിറ്റർ നെറ്റും നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ സാറ്റിന് 2 സൈഡും ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ പ്ലെയിൻ മെറ്റീരിയലാണ് ആദ്യം ഫ്രിൽസ് ഇട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ അതിലേറെ വേസ്റ്റിൻ്റെയിലേറെ ലെങ്ത്ത് കൂടുതലാണെങ്കിൽ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് തള്ളി കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തെടുക്കും. അങ്ങനെ പ്ലെയിൻ നെറ്റ് സാറ്റിനുമായിട്ട് റൗണ്ട് ചെയ്ത് അടിച്ച് ജോയിൻ ചെയ്തെടുക്കുക. ഇതിൻ്റെ എൻഡ് നമ്മൾ കൂട്ടിയടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിന് ശേഷം കൂട്ടിയടിക്കുക. ഇനി നമ്മൾ ഓൾറെഡി ഫ്രിൽസ് ഇട്ട് മാറ്റി വെച്ച ഗ്ലിറ്റർ നെറ്റാണ് ഇതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. പ്ലെയിൻ നെറ്റ് എങ്ങനെയാണോ ജോയിൻ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഗ്ലിറ്റർ മെറ്റീരിയലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് റൗണ്ട് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കുക. അതിൻ്റെ എൻഡും നമ്മൾ അവസാനമാണ് കൂട്ടിയടിക്കുന്നത്. അങ്ങനെ നമ്മളുടെ സ്കേർട്ട് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് എല്ലാതും ജോയിൻ ചെയ്തെടുത്ത് സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ബോഡി പാർട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ യോക്കിൻ്റെ ബാക്ക് പാർട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിൽ ഇൻവിസിബിൾ സിബ് ആദ്യം ജോയിൻ ചെയ്ത് കൊടുക്കണം. ബാക്ക് സൈഡിൽ നമ്മൾ പ്ലീറ്റ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമ്മുടെ ഗ്ലിറ്റർ മെറ്റീരിയലും സാറ്റിനും വെച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇൻവിസിബിൾ സിബ് പിൻ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മെഷീൻ്റെ നോർമൽ ഫൂട്ട് മാറ്റിയതിൻ്റെ ശേഷം നമ്മൾ 1 സൈഡുള്ള ഫൂട്ടാണ്, അതായത് സിബ്ബർ ഫൂട്ടാണ് കൊടുക്കുന്നത്.
ഇൻവിസിബിൾ സിബ് എങ്ങനെ ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ കറക്റ്റ് വീഡിയോ, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ആദ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അത് നമ്മൾ വൺ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തു സിബും, എന്നിട്ട് രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കോട്ടൺ ലൈനിങ് ജോയിൻ ചെയ്ത് കൊടുക്കും. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തതിന് ശേഷം കോട്ടൺ ലൈനിങ്ങിൻ്റെ സെൻറ്റർ പാർട്ടും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം സിബ് അറ്റാച്ച് ചെയ്ത് മാറ്റി വെച്ച പീസിൻ്റെ മുകളിലേക്ക് കോട്ടൺ ലൈനിങ്ങിൻ്റെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്ത പീസ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കറക്റ്റ് ചെയ്ത് പിൻ ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ സിബിൻ്റെ അവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ടാണ് നെക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കോട്ടൺ ലൈനിങ്ങുമായിട്ട് വെച്ചിട്ട് നമ്മൾ സിബ് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് സൈഡും കംപ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ റൗണ്ട് നെക്കിൻ്റെ റൗണ്ട് വന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ നോർമൽ നെക്ക് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഫൂട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഹാം ഹോളും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കട്ടിംഗ് പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഈ ഫ്രിൽസ് ഇടുന്നത് കാണിച്ചു തന്നിരുന്നു. അത് നമ്മൾ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ബാക്കിയുള്ള നെറ്റെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ആം ഹോളും വേസ്റ്റ് ഭാഗവും നെക്കിൻ്റെ അവിടെയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് മറിച്ചടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മെയിൻ പീസിൻ്റെ മുകളിലായിട്ട് കോട്ടൺ ലൈനിങ് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ആം ഹോളും നെക്കും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൽ ഓരോ നോട്ടാക്കി ഇട്ട് കൊടുക്കുക. നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് മറിച്ചെടുക്കുക. ഇതിന് മുന്നേ നമ്മൾ ബാക്ക് പാർട്ട് നെക്കെല്ലാം അടിച്ച് സിബെല്ലാം യോജിപ്പിച്ച് വെച്ചിരുന്നു. അതിൻ്റെ വേസ്റ്റ് ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് നമ്മൾ മറിച്ചെടുക്കുന്നില്ല, പകരം അതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമ്മുടെ ഫ്രണ്ട് പീസ് കയറ്റി കൊടുക്കണം. അതിനായിട്ട് നമ്മൾ നല്ല വശം വരുന്ന രീതിക്ക് വേണം അതുപോലെ ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ഷോൾഡർ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് മറിച്ചെടുക്കുകയാണ്. നമ്മുടെ ചീത്ത വശത്തു നിന്നും നല്ല വശത്തേക്ക് ഇത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മറിച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് നമ്മൾ അടിയിൽ ബാക്കി വരുന്ന സിബ് കട്ട് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ അത് പതിച്ചടിച്ചതിന് ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ രണ്ട് ഷോൾഡറും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല വശം വരുന്ന രീതിക്ക് വെച്ചിട്ട് വേണം ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. ആം ഹോളിൻ്റെ എൻഡിലും 2 ലെയറായിട്ട് ഫ്രിൽസ് ഇട്ടിട്ട് നമ്മൾ ഗ്ലിറ്റർ നെറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇനി നമ്മൾ ബോഡി പാർട്ടിൻ്റെ 2 സൈഡ് കൂട്ടിയടിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടിനും 1.5 ഇഞ്ച് വീതമായിരുന്നു നമ്മൾ സീം അലവൻസ് ഇട്ടിരുന്നത്. അതുപോലെ കൂട്ടിയെടുക്കുക. ചെസ്റ്റ് വന്നിട്ട് 21 ഇഞ്ചസ് ആയിരുന്നു, വേസ്റ്റ് വന്നിട്ട് 21 ഇഞ്ചസ് ആയിരുന്നു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ സ്കേർട്ട് പാർട്ട് നമ്മുടെ ബോഡി പാർട്ടായിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ്. അതിന് നമ്മൾ ആദ്യം ഒന്ന് മറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കോട്ടൺ ലൈനിങ് യോജിപ്പിച്ച് കൊടുത്തിട്ടില്ല. സാറ്റിൻ മേലായിരുന്നു നമ്മുടെ പ്ലെയിൻ നെറ്റും മെയിൻ മെറ്റീരിയലും എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ 2 സൈഡും വേസ്റ്റ് ഭാഗം റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടും ഒരുമിച്ച് ജോയിൻ ചെയ്യുമ്പോൾ റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ആയിരിക്കും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഇത് റൗണ്ടായി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളുടെ യോക്ക് പാർട്ടും നമ്മുടെ സ്കേർട്ട് പാർട്ടും ജോയിൻ ചെയ്ത് അടിച്ചതിന് ശേഷം നമ്മൾ കോട്ടൺ ലൈനിങ്ങിലേക്ക് ഷിഫ്റ്റ് നെറ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഷിഫ്റ്റ് നെറ്റിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 10 ഇഞ്ചസും വിഡ്സ് വന്നിട്ട് 2.5 മീറ്ററുമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തർ ഇഷ്ടാനുസരണം എടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ ഷിഫ്റ്റ് നെറ്റ് പ്ലീറ്റ് ഇട്ടെടുക്കുകയാണ്. നമ്മൾ ബോക്സ് പ്ലീറ്റ് എടുക്കില്ലേ, അതുപോലെ എടുത്തിട്ട് ഒന്നും കൂടി ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. അങ്ങനെയാണ് നമ്മളതിൻ്റെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ആ ഷിഫ്റ്റ് നെറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ കോട്ടൺ ലൈനിങ്ങുമ്മേ തന്നെ വെച്ചിട്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമായിരുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യാം. എനിക്കിതാണ് കംഫർട്ടബിൾ, ഞാനിങ്ങനെയാണ് ചെയ്യാറ്. ഇനി നമ്മൾ കോട്ടൺ ലൈനിങ്ങും ഷിഫ്റ്റ് നെറ്റ് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് കോട്ടൺ ലൈനിങ്ങിൻ്റെ മുകളിലത്തെ എൻഡിൽ നിന്നും ഒരു 3 to 4 ഇഞ്ച്
വിട്ടിട്ട് വേണം നമ്മൾ ആ ഷിഫ്റ്റ് നെറ്റ് ജോയിൻ ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഷിഫ്റ്റ് നെറ്റ് കൊണ്ടുള്ള ഒരു അലർജിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല, ഇറിറ്റേഷൻ ഉണ്ടാവില്ല. ആദ്യം നമ്മൾ ജോയിൻ ചെയ്തെടുത്ത ഫ്രോക്ക് എടുത്തിട്ടുണ്ട്, എന്നിട്ട് നമ്മളത് മറിച്ച് കൊടുക്കുകയാണ്. ഇവിടെയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നോർമലി റൗണ്ട് ചെയ്തെടുക്കുന്ന പോലെയല്ല നമ്മളിതിൽ കോട്ടൺ ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ ഈ സാറ്റിൻ്റെ ആ ഭാഗത്ത് തന്നെ കോട്ടൺ ലൈനിങ് ജോയിൻ ചെയ്തിട്ട് റൗണ്ട് ചെയ്ത് അടിച്ചെടുക്കലാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ഈ വേസ്റ്റിൻ്റെ ഇവിടെ വരുന്ന അങ്ങനെ ഒരു ഇറിറ്റേഷൻ കുട്ടികൾക്ക് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ യോക്കിൻ്റെ ഭാഗത്ത് വരുന്ന രീതിക്കായിട്ട് ഇതുപോലെ വരുന്ന രീതിക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ ഷിഫ്റ്റ് നെറ്റ് ഉള്ളിലേക്ക് പോവുകയും ചെയ്യും. അതേപോലെ ഈ ഒരു എൻഡിൽ വന്നിട്ടുള്ള തയ്യൽ തുമ്പ് കുട്ടികൾക്ക് അതിൻ്റെ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതിങ്ങനെ മടങ്ങി ഉള്ളിലേക്ക് പോകും. കോട്ടൺ ആയിരിക്കും കുട്ടിയുടെ ബോഡി ടച്ച് ചെയ്യുന്നത്. ഇനി നമ്മളത് റൗണ്ട് ചെയ്ത് നേരത്തെ പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മെഷീനിലാവുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മളിത് റൗണ്ടായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ. ഇതിൻ്റെ ബട്ടർഫ്ലൈ വിങ്സ് മേക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അങ്ങനെയാകുമ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്കും ഡ്രസ്സസ് കസ്റ്റമൈസ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.